CPIM പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ട എന്ന് PV അൻവർ തീരുമാനിച്ചിരിക്കുന്നു. ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാനാണ് PV അൻവറിന്റെ ഇനിയുള്ള പദ്ധതി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കും എന്നും അറിയിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ ഈ വിവരം കൂടി പരിശോധിച്ച ശേഷം നമുക്ക് ഇന്നത്തെ അതിഥികളെ പരിചയപ്പെടാം. വിപിൻ സി വിജയൻ നമ്മളോടൊപ്പം ചേരുന്നു. വിപിൻ, ഒരു പരസ്യ പ്രതികരണം വിലക്കുന്ന സ്വഭാവത്തിലുള്ള അഭ്യർത്ഥനയാണെന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് ശിരസ വഹിക്കാൻ അൻവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ ഗോപികൃഷ്ണൻ, ഇപ്പോൾ പാർട്ടിക്ക് വിധേയപ്പെടാം എന്നുള്ള നിലപാടിലേക്കാണ് PV അൻവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പരസ്യ പ്രതികരണത്തിന് തൽക്കാലത്തേക്ക് ഇല്ല. എന്നാൽ 30-ാം തീയതിക്കുള്ളിൽ ഈ റിപ്പോർട്ട് ADGPക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് വരികയും അതിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും അത് കുറച്ചെങ്കിലും അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് അൻവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ കാത്തിരിക്കാം എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ PV അൻവർ എത്തിയിരിക്കുന്നത്. ഈ നിലപാട് അല്പസമയത്തിനകം തന്നെ ഫേസ്ബുക്കിലൂടെ പറയും എന്നുള്ളതാണ്, വ്യക്തമാക്കും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. ഇപ്പോൾ പരസ്യ പ്രസ്താവന പാടില്ല എന്നുള്ള കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം ഇതുവരെയും വ്യക്തമാക്കിയിരുന്നില്ല. അപ്പോൾ പറഞ്ഞിരുന്നത് ഇന്ന് രാത്രിയോടുകൂടിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയും എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായും പാർട്ടി പറയുന്നത് അനുസരിക്കുക എന്നുള്ളതിലേക്ക് തന്നെയാണ് ഇപ്പോൾ അൻവർ എത്തിയിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന് മറുപടിയായും അതിന് തിരിച്ചടിച്ചുമായിരുന്നു PV അൻവറിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. ഇതോടുകൂടിയാണ് നിലപാട് കടുപ്പിച്ച് CPM സെക്രട്ടേറിയറ്റ് തന്നെ ഇന്ന് ഒരു പ്രസ്താവന ഇറക്കുകയും ഇത് എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന പണിയാണ് എന്നുള്ളത് പറയുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ പരസ്യ പ്രസ്താവന തൽക്കാലത്തേക്ക് വേണ്ട എന്നൊരു തീരുമാനം ഇപ്പോൾ നിലമ്പൂർ MLAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം നിലപാട് പറയുക, ഒപ്പം തന്നെ അദ്ദേഹം ഈ 30-ാം തീയതിക്കുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും ADGPക്കെതിരെ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ ക്ഷമിച്ച് അതിനുശേഷം ഇനിയുള്ള തുടർ നീക്കങ്ങൾ എന്നുള്ളതിലേക്കാണ് നിലവിൽ ഇപ്പോൾ അൻവർ പോയിരിക്കുന്നത്. ശരി, വിപിൻ സി വിജയനാണ് ഈ ഏറ്റവും പുതിയ വിവരം നൽകിയിരിക്കുന്നത്. പാർട്ടിയോട് വിധേയപ്പെടാൻ തൽക്കാലം നിലമ്പൂർ MLA PV അൻവർ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പരസ്യ പ്രതികരണത്തിനില്ല എന്നൊരു നിലപാടിലേക്ക് അൻവർ കടന്നിരിക്കുന്നു. 30-ാം തീയതി DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അതിൽ എന്തെങ്കിലും ഒരു പ്രതികരണം PV അൻവർ നടത്തുമെന്ന് നമുക്ക് കരുതാം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ നിശബ്ദനായിരിക്കാൻ PV അൻവർ തീരുമാനിച്ചിരിക്കുന്നു. പാർട്ടി ഇടപെട്ടതോടുകൂടി അതനുസരിക്കാൻ വേണ്ടി, ആ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ PV അൻവർ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ നിരന്തരം ശ്രമിച്ചിട്ടും അദ്ദേഹം പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. വിപിൻ സി വിജയനാണ് ഈ വാർത്തയുടെ പൂർണ്ണമായ വിവരങ്ങൾ പങ്കുവച്ചത്.